നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതാണ് ഓഫീസ് ഇനാഗുറേഷൻ ഇൻവിറ്റേഷൻ കാർഡ്. ഒരുപാട് പേരെയൊന്നും വിളിക്കുന്നില്ല. അടുത്തറിയാവുന്ന വളരെ കുറച്ച് പേര്, അവരായിരിക്കും മെയിൻ ഗസ്റ്റ്. ആരെ വിളിച്ചില്ലെങ്കിലും തങ്കച്ചിയെ വിളിക്കണം. അവരെ കൂടെ ഉണ്ടാവുന്നത് നമുക്ക് നല്ലത്. അവരൊരു ഷെയ്ഡി ക്യാരക്ടറല്ല. അവരെ വിളിക്കണം. വേണം 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 വേണം. അവരെ വിളിച്ചാലേ പലതാ ഗുണം. ഒന്നാമത് സിദ്ധുവേട്ടന്റെ ശത്രുവാ തങ്കച്ചി. ഒരുപാട് സ്ഥാപനങ്ങളും അവരുടെ പേരിലുണ്ട്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ കേസ് വേണ്ടേ? ഇത്തിരി ഒന്ന് പൊക്കി വിട്ടാ മതി. തങ്കച്ചി നമ്മളെ അവരുടെ ലീഗൽ കൺസൾട്ടന്റ് ആക്കും. ഓക്കെ, ചെയ്യാം. പിന്നൊരു കാര്യം, കേസൊക്കെ നീ ക്യാൻവാസ് ചെയ്യേണ്ടി വരും. കോടതി പോയി വാദിച്ചിരിക്കുന്നവരെയൊക്കെ ഞാൻ ഏറ്റു. അതൊന്നും പേടിക്കണ്ട, കേസൊക്കെ നമുക്ക് കിട്ടിക്കോളും. നിന്റെ തന്നെ ഉണ്ടാവുമല്ലേ ഒരുപാട്. അങ്ങനെ കളിയൊക്കൊന്നും വേണ്ട. ഈ പറയുന്ന ആള് അത്ര മോശമൊന്നുമല്ലല്ലോ. അതെടി, ഞാനും കുറച്ച് മോശം തന്നെ. അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലെ ഒരുത്തിയ. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടി, നീ ആരാണെന്ന് നിനക്കറിയുന്ന കൂടുതലേ എനിക്കറിയാം. അത് നീ മറക്കണ്ട. എന്തിനാ വിഷ്ണു ഇങ്ങനെ ചൂടാവുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു വിഷ്ണുവിന് തോന്നുന്നുണ്ടോ? നീ തെറ്റേ ചെയ്തിട്ടുള്ളൂ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളടി? സിദ്ധുവിനെ കല്യാണം കഴിക്കുന്ന മുമ്പേ നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അത് മറന്നത് ഞാനല്ല, നീയാ. ഞാൻ മറന്നിട്ടൊന്നുമില്ല. അനുകൂലമായ ഒരു സാഹചര്യം ഒത്തുവരണ്ടേ? അതാരുടെ കുറ്റാ? എന്റെ കുറ്റമാണ്, സമ്മതിക്കുന്നു. എല്ലാത്തിനും പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞല്ലേ? എന്ന് ഒരുപാട് കാലം കാത്തിരിക്കണമെന്ന് എനിക്ക് പറ്റില്ല. വെറുതെ പീപ്പി കൂട്ടണ്ട. ഇനി അധിക കാലം കരാറെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന് എന്നെ വഴക്ക് പറയേണ്ടി വരില്ല. നമ്മൾ എന്താണോ തീരുമാനിച്ചത് അത് നടന്നിരിക്കും. എനിക്ക് നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ അറിയാലോ, നമ്മൾ തമ്മിലുള്ള രഹസ്യം എടുത്ത് ഞാനങ്ങ് പൊട്ടിക്കും. അതിന്റെ കേട് നിനക്ക. അത് ഓർത്താ നിനക്ക് നല്ലത്. എങ്ങനെയുണ്ടായിരുന്നു ജയിലിലെ താമസം? കുഴപ്പമില്ല. നിനക്ക് നല്ല തല്ലൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഏയ്, എന്നെ ആരും തല്ലിയിട്ടൊന്നുമില്ല. ഞാനങ്ങനെ കേട്ടു. സാരമില്ല, പോട്ടെ. ജയിലൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനിപ്പോ വിളിപ്പിച്ചെന്തിനാന്ന് മനസ്സിലായോ? വിശാൽ, അവൻ എന്റെ കുറെ പണം എടുത്തോണ്ട് പോയി. അതെനിക്ക് തിരിച്ചു വേണം. ആ ജോലി ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. നീ അത് ചെയ്തു തരണം. നീ അകത്ത് പോവാൻ കാരണം ആരൊക്കെയാണെന്ന് അറിയാലോ. സിദ്ധുവും ദേവിക്ക്. സിദ്ധുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ നിരഞ്ജൻ. അവനിപ്പോ പിടിച്ചു നിൽക്കുന്നത് വിശാല് കാരണം. വിശാല് കൊടുക്കുന്ന കാശ അവന്റെ ബലം. ആ കാശ് എന്റേതാണെന്ന് പറയണ്ടല്ലോ. അതാ ഞാൻ തിരിച്ചു പിടിക്കാൻ പറഞ്ഞത്. ജയിലിൽ കിടന്ന് എന്നെ പുറത്തിറക്കാൻ സഹായിച്ചവരുടെ കൂട്ടത്തില് മുൻപന്തിയിലുണ്ടായിരുന്നു തങ്കച്ചിയെന്ന് ചന്ദ്രവക്കീല് പറഞ്ഞെനിക്കറിയാം. ആ നന്ദിയും കടപ്പാടും എന്നും എനിക്കുണ്ടായിരിക്കും. വിശാലിന്റെ കയ്യിന്ന് കാശെടുക്കുന്നതിന്റെ ഗുണം എനിക്ക് മാത്രമല്ല, നിനക്കും കൂടിയാ. ഒന്ന്, ഞാനതിന് പ്രതിഫലം തരും. രണ്ട്, നീ വീണ്ടും അകത്താവാതെ രക്ഷപ്പെടും. വീണ്ടും അകത്താവാനും? ആ പൊന്നുമണിയുടെ കേസ്. നിരഞ്ജനാണ് പൊന്നുമണിയെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. അവൻ വിചാരിച്ചാ നീ അകത്താ. അതുണ്ടാവരുത്. വിശാലിന്റെ കയ്യിൽ നിന്ന് കാശ് പോയാ നിരഞ്ജൻ തളരും. പിന്നെ കേസിന്റെ പുറകെ നടക്കാനൊന്നും അവന് താല്പര്യം ഉണ്ടാവില്ല. ഗുണം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് സ്വന്തം കാര്യം എന്ന പോലെ ചെയ്യണം. ഞാൻ ചെയ്തോളാം തങ്കച്ചി. ഞാൻ മറ്റുള്ളവരെ പോലെയൊന്നും അല്ല. കൂടെ നിൽക്കുന്നവരെ വാരിക്കോരി സഹായിക്കും. നീ എന്റെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പിച്ചോട്ടെ. ഞാൻ ഉറപ്പിച്ചു, ഞാൻ കൂടെയുണ്ട്. എന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ മാത്രം ധൈര്യം ഇനി ഒരുത്തനും കാണിക്കരുത്. എന്നെ തൊട്ടാ എന്താ കിട്ടാൻ പോന്നെന്ന് എല്ലാവരും അറിയട്ടെ.
അത് നീ വേണം വിശാലിലൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ. മനസ്സിലായോ? ശരി. രണ്ടുപേരെ ഇപ്പോൾ കളത്തില്. ഒന്ന് തങ്കച്ചി, മറ്റൊന്ന് സ്വാമി. ജയശങ്കർ സാറിന്റെ ആളാണ് സ്വാമി, ഒപ്പം തങ്കച്ചിയുടെയും. അതുകൊണ്ട് ഇരട്ടി സൂക്ഷിക്കണം. എന്നെ അവരെന്ത് ചെയ്യുന്ന? എനിക്കൊരു പേടിയുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. കാശ് അവരെടുത്തോണ്ട് പോകാൻ പാടില്ലല്ലോ. വേറൊന്നും കൊണ്ടല്ല, കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ? ആ പേടി എന്തായാലും ഡോക്ടർക്ക് വേണ്ട. സ്വാമിയോ തങ്കച്ചിയോ ആര് വന്ന് തെരഞ്ഞാലും കാശ് കിട്ടാൻ പോകുന്നില്ല. അത് വളരെ ഭദ്രമായിട്ട് തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിരിക്കുന്ന സ്ഥലം എനിക്ക് മാത്രമേ അറിയാവൂ. എന്നുവെച്ച് ഡോക്ടർക്ക് പേടിയൊന്നും വേണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം പണം നിങ്ങളുടെ കയ്യിലെത്തും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. പണമല്ല എനിക്ക് പ്രശ്നം, വിശാലിന്റെ ജീവന. തങ്കച്ചി ആളാരാണെന്ന് അറിയാലോ. എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? ആരെങ്കിലും എന്നെ കൊല്ലണമെന്ന്. എന്തായാലും മരിക്കും. അസുഖം മൂത്ത് മരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാ വല്ല അപകടത്തിലോ അറ്റാക്കിലോ മരിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ. മെഡിക്കൽ സയൻസ് അത്ര മോശമൊന്നുമല്ല. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മോശമല്ലാത്ത മെഡിക്കൽ സയൻസാ എന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ശാസ്ത്രത്തെ ഞാൻ എന്ന് ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ഗുണം ദോഷവും എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് എന്തായാലും ഈ വിഷയം വിടാം. സാർ എന്തായാലും എല്ലാ കാര്യവും സ്വാമിയായിരിക്കും ഏൽപ്പിക്കുന്നത്. സ്വാമിയുടെ പുറത്തൊരു കണ്ണുണ്ടായ നല്ലതാ. അയാൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എല്ലാ വിവരവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മനുഷ്യനെ വിടാതെ ഫോളോ ചെയ്യുന്നത് അത്ര എളുപ്പമല്ലെന്ന് അറിയാലോ. എന്നാലും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് നേരെ സ്വാമിയുടെ ഒരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനി എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഞാൻ പ്രിപ്പയർഡാ. വടിക്ക് വടി, അടിക്കടി. ഞാൻ റെഡിയാ. സ്വാമി വരട്ടെ. എന്റെ കൈയുടെ ചൂട് സ്വാമി അറിയും. ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ അറിയാവോ? എന്ത് ചെയ്യാനാ സാറേ, നേരം കിട്ടണ്ടേ? അതെ